Hi friends, welcome to iPlus. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSSC പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഒരു എസ്സേ ആണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, മോഡേണിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹാബർമാസ് എസ്സേ ആണ് മോഡേണിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അൺഫിനിഷ്ഡ് പ്രോജക്റ്റ് എന്നും നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാബർമാസ്. ഹാബർമാസ് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഐഡിയാസ് ആണ് ഇതിനകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ, the phrase modernity and unfinished project comes from philosopher Jürgen Habermas and suggests that while modernity has failed to deliver on its promises of reason, democracy and social justice, these goals are not worthless and should still be pursued through reform. ഓക്കെ, അതായത് ഹാബർമാസ് ഇത്രേ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ അത് അവിടെ ലീവ് ചെയ്യാതിരിക്കാം. ഹാവ് ടു റീഫോം, യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ് ആൻഡ് യു ക്യാൻ ഗെയിൻ ഇറ്റ്. അതാണ് നമ്മുടെ ഹാബർമാസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, പൊതുവെ ഇപ്പൊ ഈ ഒരു എസ്സേ പഠിക്കുമ്പോൾ കുട്ടികൾ പറയാറുണ്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വാക്കുകൾ അതിനകത്തുണ്ട്, അർത്ഥം കിട്ടിയില്ല. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ പ്ലെയിൻ ലെവൽ അതിന്റെ ഐഡിയ ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഹാബർമാസ് ഇതിനകത്ത് പറയുന്നത്? റീഫോമിലൂടെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാത്ത പോയ കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഫുൾഫിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് എന്തുമാത്രം ചെയ്താൽ മതി? റീഫോം ചെയ്താൽ മതി. ഒന്ന് മാറി ചിന്തിക്കുകയോ അല്ലെങ്കിൽ വേറെ വഴികൾ തിരഞ്ഞെടുക്കുകയോ മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ ഇതാണ് ഹാബർമാസ്. ഹാബർമാസിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ജർഗൻ ഹാബർമാസ്, born 18 June 1929, is a German philosopher and social theorist in the tradition of critical theory and pragmatism. Okay, critical theory and pragmatism. ശ്രദ്ധിച്ചേ, ഈ പ്രാഗ്മാറ്റിസം മുന്നോട്ട് വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള എസ്സേയിസ്റ്റുകൾ ഒക്കെ തന്നെ വളരെയധികം ഫോർവേഡ് തിങ്കിങ്ങും കൂടെ ഉള്ള ആൾക്കാരാണ്, അല്ലെ? പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെയാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെയാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രാഗ്മാറ്റിസം കൊണ്ടുവരാനാണ് നമ്മുടെ ഹാബർമാസ് ശ്രമിക്കുന്നത്. കാരണം റീഫോമിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. His work addresses communicative rationality and the public sphere. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ. അതായത് ഹാബർമാസിന്റെ എസ്സേസിലും വർക്കുകളിലും കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റിയെ കുറിച്ചും പബ്ലിക് സ്ഫിയറിനെ കുറിച്ചും അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് വായിച്ചിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ രണ്ട് ടേമുകൾ ഹാബർമാസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ തന്റെ വർക്കിൽ എന്ന് അറിയാനായിട്ട് സാധിക്കൂ. എങ്കിലല്ലേ അതിന് ഉത്തരം കൊടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പോയിന്റുകൾ ഫിൽട്ടർ ചെയ്യാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചേ, കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റിയെ കുറിച്ചും പബ്ലിക് സ്ഫിയറിനെ കുറിച്ചും ഹാബർമാസ് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് അബാൻഡനിങ് modernity for postmodernism, Habermas argues for completing it by correcting the problems that have arisen from its development. Okay, അപ്പോൾ instead of abandoning modernity for postmodernism, Habermas argues for completing it by correcting the problems that have arisen from its environment. ഇല്ലേ? അതായത് നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ മോഡേണിറ്റിയിൽ നിന്ന് നമ്മൾ പോസ്റ്റ് മോഡേണിറ്റിയിലേക്ക് പോയപ്പോൾ എന്ത് ചേഞ്ച് ആകേണ്ടത്? ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ തന്നെ സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ട്രഡീഷനിൽ നിന്നും മോഡേണിറ്റിയിൽ നിന്നും വേണ്ട കാര്യങ്ങൾ അവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേണ്ട കാര്യങ്ങൾ രണ്ടിടത്തു നിന്നും അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ മോഡേണിസ്റ്റുകൾ അങ്ങനെയല്ല, അവർ ഫുള്ളായിട്ട് ട്രഡീഷനെ എന്താണ് കളയാനായിട്ട് അല്ലെങ്കിൽ ട്രഡീഷനിൽ നിന്നും മറ്റൊരു ഐഡിയയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ അങ്ങനെയല്ല. They believe that ട്രഡീഷനിലും കുറച്ച് വാല്യൂസ് ഉണ്ടായിരിക്കും, മോഡേണിറ്റിയിലും കുറച്ച് വാല്യൂസ് ഉണ്ടായിരിക്കും, അല്ലേ? കാരണം ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ പോസിറ്റീവ് മാത്രമല്ല, അതിനൊരു നെഗറ്റീവ് സൈഡ് കൂടെ ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, എപ്പോഴും നമുക്ക് ടൈമിന്റെ പാസേജ് അനുസരിച്ച് കുറെ മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കും, അല്ലെ? അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഭാഗമാകണമെങ്കിൽ കുറച്ചൊക്കെ ട്രഡീഷനകത്ത് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഒരു ടൈറ്റ് ട്രഡീഷൻ എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും, അല്ലെ? സോ വി നീഡ് എ ട്രഡീഷൻ ഓഫ് അവർ ഓൺ, വി നീഡ് എ ട്രഡീഷൻ ടു പ്രാക്ടീസ്. പക്ഷെ അത് കുറച്ച് എന്തായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഓക്കെ, ഫ്ലെക്സിബിൾ. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ ഹാബർമാസ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ ഫോർവേഡ് തിങ്കിങ് ഉള്ള ഒരാളാണ് ഹാബർമാസ് എന്ന് മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫർ ആണ്, തിയറിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു, ഇനി നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് ആർഗ്യുമെന്റ്സ് ഒന്ന് നോക്കി പോവാമേ. ഫസ്റ്റ് വരുന്നത് അൺഫുൾഫിൽഡ് പ്രോമിസസിനെ കുറിച്ചാണ്. ഇങ്ങനെ തന്നെ ചോദ്യവും വരും, അൺഫുൾഫിൽഡ് പ്രോമിസസ്. നോക്കിക്കേ, മോഡേണിറ്റി ഹാസ് നോട്ട് ഫുള്ളി ഡെലിവേർഡ് ഓൺ ഇറ്റ്സ് എൻലൈറ്റൻമെന്റ് ഐഡിയാസ്.
such as achieving true self-actualization, universal rights and economic justice. അതായത് മോഡേണിറ്റി മുന്നോട്ട് വന്ന സമയത്ത് അല്ലെങ്കിൽ മോഡേണിറ്റിയുമായിട്ട് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് മുന്നോട്ട് വന്ന സമയത്ത് തിയറിസ്റ്റുകൾ വന്ന സമയത്ത് അവർ നമുക്ക് ഓഫർ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. If you are ready to stick on to modernity, these are the things we will give you back. Okay, these are the things you can enjoy in your life. അപ്പൊ അങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ഒരു മെയിൻ തിങ് ആണ്. യൂണിവേഴ്സൽ റൈറ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ടുള്ള ജസ്റ്റിസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇറ്റ് ടേക്സ് ടൈം ടു ഗെറ്റ് ഓൾ ദീസ് തിങ്സ് അല്ലെ ഡൺ. ഈ കാര്യങ്ങളെല്ലാം ഒരുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇറ്റ് ടേക്സ് ടൈം ഇല്ല, സമയം എന്തായാലും എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആ ഒരു വെയിറ്റിങ്ങിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോഡേണിറ്റിയിൽ നിന്ന് അടുത്ത സ്റ്റേജ് ആയ പോസ്റ്റ് മോഡേണിറ്റി വന്നപ്പം ഇതൊക്കെ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പോസ്റ്റ് മോഡേണിസ്റ്റുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള കുറച്ച് പ്രോമിസുകൾ മോഡേൺ പീരീഡിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ അറിയേണ്ടത്? ടൈം ഇല്ലേ, എന്ത് കാര്യവും ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം ആവശ്യമായിട്ട് വരും. ഇനി ക്രിട്ടിക് ഓഫ് ഇൻസ്ട്രുമെന്റൽ റീസൺ. ഓക്കെ, Habermas believes that certain aspect of modernity, particularly the dominance of instrumental reason in the bureaucracy of the state, have distorted and damaged the life world of individuals. അല്ലെ, അതായത് ക്രിട്ടിക് ഓഫ് ഇൻസ്ട്രുമെന്റൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു തിയറി സൈഡും പറയും, ആപ്ലിക്കേഷൻ സൈഡും പറയും. അല്ലെ, തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. ഇനി ആപ്ലിക്കേഷൻ സൈഡിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ചില തരത്തിലുള്ള അമെൻമെന്റ്സ് ഒക്കെ നമുക്ക് വരുത്തേണ്ടതായിട്ട് വരും, ഭേദഗതികളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. അതെന്തുകൊണ്ടാ? സിറ്റുവേഷനല്ല, അപ്ലൈ ചെയ്യുക, നമ്മൾ അതവിടെ പ്രയോഗിക്കുക. അല്ലെ, ആ സമയത്ത് നമുക്ക് തിയറിയുടെ എല്ലാ ഐഡിയാസും അതുപോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല, ചില മാറ്റങ്ങളൊക്കെ വന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ആൻഡ് എ കോൾ ഫോർ കംപ്ലീഷൻ നോട്ട് റിജക്ഷൻ. ഓക്കെ, കംപ്ലീഷന് വേണ്ടിയാ ഹാബർമാസ് ശ്രമിക്കുന്നത്, റിജക്ട് ചെയ്യൂ എന്നൊന്നും പറയുന്നില്ല. അല്ലെ, Habermas argues against a total rejection of modernity, which he sees as a valuable framework for progress. Okay, എന്നാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ ഹാബർമാസ് പറയുന്നുണ്ട്, ഈ മോഡേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ കുറച്ച് ലൂപ്പ് ഹോൾസും കൂടെ ഉണ്ട്. അല്ലെ, നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അത് കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം പോസ്റ്റ് മോഡേണിറ്റിയിലേക്ക് സഞ്ചരിക്കാനായിട്ട്. Instead, he proposes that the problems of modernity can and should be addressed through reform and the project can be completed. അല്ലെ, അപ്പൊ മോഡേണിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് പ്രോജക്റ്റ് എന്നതിലൂടെ ഹാബർമാസ് പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻകംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് ആണെങ്കിൽ there will be some errors, there will be some barriers which makes this thing unfinished or incomplete. അല്ലെ, ഇത് പൂർണ്ണതയിൽ എത്താതിരിക്കാനായിട്ട് അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്താൻ സാധിക്കാതെ പോയതിൽ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കും. Have to find that reasons, you have to correct that, you have to make a clear path and reach this project in the finished path. അല്ലെ, ഇതിനെ ഒരു ഫിനിഷ്ഡ് പാത്തിലേക്ക് എത്തിക്കൂ എന്നാണ് ഹാബർമാസ് പറയുന്നത്. ഓക്കെ, അപ്പൊ വളരെ നല്ലൊരു ഐഡിയ ആണ്, വളരെ ഫോർവേഡ് തിങ്കിങ് പെർസ്പെക്റ്റീവോട് കൂടി റൈറ്റർ കൊണ്ടുവന്ന ഒരു ഐഡിയ ആയിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. ഇനി കറക്റ്റിംഗ് നോട്ട് അബാൻഡനിങ് എന്ന് പറയുന്നുണ്ട്. The solution is not to abandon modernity but to correct its course. അല്ലെ, Habermas advocates for a balance between the system like the state and the economy and the life world, the realm of individual experience and culture. അല്ലെ, എപ്പോഴും സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, ആ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് കംപ്രൈസ്ഡ് ആയിട്ട് തന്നെ ഉള്ളതാ. അല്ലെ, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ ഓഫ് ദ പീപ്പിൾ ആണ്, ബൈ ദ പീപ്പിൾ ആണ്, ഫോർ ദ പീപ്പിൾ ആണെന്ന്. അല്ലെ, അതുപോലെ തന്നെയാണ് സ്റ്റേറ്റും. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് പീപ്പിൾ കംപ്രൈസ്ഡ് ആയതുകൊണ്ടാണ്. അല്ലെ, സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഒരിക്കലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ പറയുന്ന ഇൻഡിവിജ്വൽസിൽ കൊടുക്കേണ്ടത്, അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെയും കൂടെ സ്റ്റേറ്റിനോടൊപ്പം കൂട്ടുന്ന തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് ആവശ്യം. അല്ലെ, അപ്പൊ ഒരിക്കലും ബ്യൂറോക്രസിയും അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സും അവിടുത്തെ പീപ്പിളും തമ്മിൽ ഒരു ഫൈറ്റ് അല്ല നമുക്ക് വേണ്ടത്. വി നീഡ് എ കോർഡിനേഷൻ. ഓക്കെ, വി നീഡ് എ കോർഡിനേഷൻ. സോ കറക്റ്റിംഗ് നോട്ട് അബാൻഡനിങ്. ഇനി എനിക്ക് ടേക്ക് വേസ് പറഞ്ഞിട്ടുണ്ട്. The phrase is defense of modernity's potential, arguing that it's a failure to give up to its own principles that is the problem, not the principles themselves. അതായത് ഈ പ്രിൻസിപ്പിൾസ് മാത്രമല്ല പ്രശ്നം, അത് അപ്ലൈ ചെയ്യുന്നതിനകത്ത് എന്തൊക്കെയോ എറേഴ്സ് വന്നിട്ടുണ്ട്. അല്ലെ, അതിന്റെ പ്രാഗ്മാറ്റിക് സെൻസിൽ എന്തൊക്കെയോ എറേഴ്സ് വന്നിട്ടുണ്ട്, അതും കൂടെ നമ്മൾ കണ്ടെത്തണം, കറക്റ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇറ്റ് എൻകറേജസ് എ റീഫോമിസ്റ്റ് അപ്രോച്ച്. അല്ലെ, നമ്മുടെ ഹാബർമാസിന്റെ എസ്സേ ഒരു റീഫോമിസ്റ്റ് അപ്രോച്ച് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, suggesting that the tools and concepts of modernity should be used to address its own shortcomings. Okay, അതായത് ഈ മോഡേണിറ്റിയുടെ തന്നെ ടൂൾസും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെതായ കോൺസെപ്റ്റുകളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യന്റെ ജീവിതം ആലോചിച്ചാൽ മതി, നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ സക്സസ്ഫുൾ ആകാൻ സാധിക്കുന്നില്ല, നമുക്ക് ഭയങ്കരമായിട്ട് അതിന് താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ആ പാത്തിലായിരിക്കും എന്തെങ്കിലും എറേഴ്സ് ഉള്ളത്. അല്ലെ, അതൊന്ന് കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റീച്ച് ദ ഡെസ്റ്റിനേഷൻ. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ പാത്തും. ഓക്കെ,
Okay, it highlights the ongoing tension in modern society between rational and systematic approaches and the need for individual self-realization and authenticity. അല്ലെ, ഇൻഡിവിജ്വൽ സെൽഫ് റിയലൈസേഷനും ഒതന്റിസിറ്റിക്കും ഒക്കെ വേണ്ടിയുള്ള ഒരു കോളും നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പം മോഡേണിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആരുടെ വർക്ക് ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെബർമാസിന്റെ ആണ്. വളരെ മികച്ചൊരു ഫിലോസഫർ ആണ്. നമ്മൾ ആ ചോദ്യം അല്ല ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. വളരെ മികച്ച കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മുടെ എന്താണ് തിയറിയുടെ ഭാഗമാണോ, ഈ ഒരു എസ്സേയുടെ ഭാഗമാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത് വായിച്ച് പഠിച്ച് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ഇവിടുന്ന് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ തന്നെ എന്താ ഇവിടുന്ന് വരുന്നത് നമുക്കറിയാം. ഇനി നമുക്ക് അതിനുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രം മതി. ഓക്കെ, സോ കീപ് ലേണിംഗ്. താങ്ക് യു.